ഒളിമ്പിക്സ് ലഹരിയിലാണ് പാരീസ്. കൂടുതൽ വേഗവും ദൂരവും ഉയരവും കീഴടക്കാനുള്ള കായിക മാമാങ്കത്തിന് വേദിയാകുന്നു ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസ്. കല, സംസ്കാരം, ഫാഷൻ, നയതന്ത്രം, വാണിജ്യം, സാമ്പത്തികം എന്നിവയുടെ ലോക തലസ്ഥാനമായ പാരീസ് ലോക കളിക്കളമായി മാറിയിരിക്കുന്നു. പാരീസ് നഗരത്തെ നടന്നു കാണുന്നു സഞ്ചാരി. തിരുവനന്തപുരം നഗരത്തിന്റെ പകുതി വിസ്തൃതി മാത്രമുള്ള പാരീസ് സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ തന്നെ പാരീസ് തെരുവുകൾ പ്രകാശമാനമായിരുന്നു. 1.25 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാരീസിന് ജനസാന്ദ്രതയിൽ ലോകത്ത് 30-ാം സ്ഥാനമാണുള്ളത്. പക്ഷേ തെരുവുകൾ പൊതുവെ വിജനമാണ്. തിരക്കില്ലാത്ത, വൃത്തിയും വെടിപ്പുമുള്ള തെരുവുകൾ. ലോകത്തെ ഏറ്റവും കാര്യക്ഷമമായ ഗതാഗത സംവിധാനത്തിന് കീർത്തികേട്ട നഗരമാണ് പാരീസ്. ആഗോളതലത്തിൽ വ്യോമ, റോഡ്, റെയിൽ ഗതാഗതത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് ഇവിടം. 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, അതിൽ ചാൾസ് ഡി ഗൗലെ യാത്രക്കാരുടെ എണ്ണത്തിൽ യൂറോപ്പിലെ 3ാമത്തെ വിമാനത്താവളമാണ്. മറ്റൊന്ന് ഓർലെ എയർപോർട്ട്. 1900-ാം ആണ്ടിൽ പ്രവർത്തനം തുടങ്ങിയ പാരീസ് മെട്രോ യൂറോപ്പിലെ 2ാമത്തെ തിരക്കേറിയ മെട്രോയാണ്. 245 കിലോമീറ്റർ ദൂരം. ഭൂരിഭാഗവും ഭൂഗർഭത്തിലൂടെയുള്ള പാരീസ് മെട്രോയ്ക്ക് 16 ലൈനിലായി 320 സ്റ്റേഷനുണ്ട്. 5.23 ദശലക്ഷം യാത്രക്കാരാണ് പാരീസ് മെട്രോ ദിവസവും ഉപയോഗിക്കുന്നത്. ഈഫൽ ടവർ പാരീസിന്റെ മുഖമുദ്രയാണ്. ഉരുക്ക് വനിത എന്ന് ഫ്രഞ്ച് ഭാഷയിൽ വിളിപ്പേരുള്ള ഈഫൽ ടവർ നഗരമധ്യത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 1889 നടന്ന വേൾഡ് ഫെയറിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ്. 1083 അടി, അതായത് 81 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഈഫൽ ടവർ പാരീസ് നഗരത്തെ ലോകമെങ്ങും അടയാളപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക ബിംബമാണ്. 2022 മാത്രം 1/2 കോടിയിലധികം ആളുകളാണ് ഈഫൽ ടവർ സന്ദർശിച്ചത്. ഈഫൽ ടവർ കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് മോൺമാട്രയിലെ ഈ പള്ളി. ലോകമെമ്പാടുമുള്ള കത്തോലിക്കരുടെ തിരുഹൃദയ ദേവാലയമാണിത്. മോൺമാട്ര കുന്നിനു മുകളിൽ പാരീസ് നഗരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ദേവാലയത്തിന്റെ മകുടം സീൻ നദിയിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിൽ നഗരത്തിൽ എവിടെ നിന്നും കാണത്തക്ക വിധമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മൗണ്ട് മോൺമാട്രയിൽ നിന്ന് പാരീസ് നഗരത്തിന്റെ വിഹക വീക്ഷണം സാധ്യമാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ദിഗ്വിജയ സ്മാരകമായ ആർക്ക് ഡി ട്രയോംഫ് ഫ്രഞ്ച് ദേശീയതയുടെ പ്രതീകമാണ്. 1805 ഓസ്ട്രിലറ്റ്സ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യം കൈവരിച്ച വിജയത്തിന്റെ സ്മരണയ്ക്കായി നെപ്പോളിയൻ പണികഴിപ്പിച്ച ആർക്ക് ഡി ട്രയോംഫിന് 165 അടി ഉയരവും 148 അടി വീതിയുമുണ്ട്. ഈ സ്മാരകം നിലനിൽക്കുന്ന നഗര ചത്തുരത്തിൽ നിന്ന് 12 പ്രധാനപ്പെട്ട പാതകൾ പാരീസിന്റെ വിവിധ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇവിടെ നിന്ന് കിഴക്ക് പ്ലസ് ഡി ലാ കോൺകോർഡ് വരെ നീണ്ടുകിടക്കുന്ന ഷോംസ് എലീസെ ലോകത്തെ ഏറ്റവും മനോഹരമായ തെരുവീഥി എന്നാണ് അറിയപ്പെടുന്നത്. പുരാണേതിഹാസങ്ങളിലെ നായകന്മാരുടെ മരണാനന്തര വാസസ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിയേറ്ററുകൾ, കഫേ, ആഡംബരക്കടകൾ എന്നിങ്ങനെ സദാ തിരക്കേറിയ തെരുവ്. ഗ്രീക്ക്, റോമൻ വാസ്തുവിദ്യ സമന്വയിച്ച നിർമ്മിതികൾ. പാരീസ് മ്യൂസിയങ്ങളുടെ നഗരമാണ്.
ലോകത്ത് ഏറ്റവുമധികം സന്ദർശകരുള്ള ലുവ്ര മ്യൂസിയം പാരീസിലാണ്. 2023 8.9 ദശലക്ഷം ആളുകളാണ് ലുവ്ര മ്യൂസിയം സന്ദർശിച്ചത്. 7,82,910 ചതുരശ്ര അടി വിസ്തൃതിയിൽ 5 ലക്ഷം പ്രദർശന വസ്തുക്കളുമായി ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം. മോണോലിസ, വീനസ് ദ മൈലോ, വിങ്ഡ് വിക്ടറി തുടങ്ങി ലോകപ്രശസ്തമായ 10,000-കണക്കിന് ചിത്രങ്ങളുടെ പ്രദർശനശാല. ഡൊസെ മ്യൂസിയം, മർമട്ടോ ക്ലൗഡ് മോണെ മ്യൂസിയം, ലൊറാൻഡ്രി മ്യൂസിയം, പാംബദോ സെന്റർ ഓഫ് നാഷണൽ മ്യൂസിയം ആൻഡ് മോഡേൺ ആർട്ട്, റോഡ്രിൻ മ്യൂസിയം, പിക്കാസോ മ്യൂസിയം എന്നിങ്ങനെ നിരവധി ലോകപ്രശസ്ത മ്യൂസിയങ്ങൾ. സിയൻ നദിയുടെ ഇരുകരകളിലുമായാണ് ഫ്രാൻസിലെ പാരീസ് നഗരം. പാരീസ് നഗരത്തെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ഈ സീൻ നദി. ഫ്രാൻസിന്റെ വടക്കു ഭാഗത്തുകൂടി ഒഴുകിവരുന്ന സീൻ നദിക്ക് ഇരുകരകളിലുമായാണ് പാരീസ് നഗരം. പാരീസിൽ മാത്രം സീൻ നദിക്ക് കുറുകെ 37 പാലങ്ങളുണ്ട്. അതിമനോഹരമായ ശില്പങ്ങളാൽ അലങ്കൃതമാണ് ഒട്ടുമിക്ക പാലങ്ങളും. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് പാരീസ്. യുനെസ്കോ, ലോക സാമ്പത്തിക സഹകരണ വികസന സംഘടനയായ OECD, ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഇന്റർനാഷണൽ എനർജി ഏജൻസി, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, യൂറോപ്യൻ ബാങ്കിംഗ് അതോറിറ്റി, യൂറോപ്യൻ സെക്യൂരിറ്റീസ് ആൻഡ് മാർക്കറ്റിംഗ് അതോറിറ്റി, നിരവധി സ്പോർട്സ് സംഘടനകൾ എന്നിവയും പാരീസിലുണ്ട്. 1900-ലും 1924-ലും പാരീസിൽ നടന്ന ഒളിമ്പിക്സ് 2024-ൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്.